ഒരു എക്സ്ട്രാ ഇൻകം ബിൽഡ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ പരീക്ഷിച്ച കുറച്ച് എക്സ്ട്രാ ഇൻകം മെത്തേഡ്സ് ആണ്. ആദ്യമായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ അവർ നിശ്ചിത ശതമാനം നമുക്ക് കമ്മീഷനായിട്ട് തരുന്നൊരു വ്യവസ്ഥയാണ്. അപ്പോൾ പല കമ്പനികളിൽ ഞാൻ ട്രൈ ചെയ്തു. അതിന് ഏറ്റവും നന്നായിട്ട് തോന്നിയത് Booking.comൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വെച്ചിട്ടാണ് ഈ ആൾക്കാർ അവിടെ ബുക്ക് ചെയ്ത് താമസിച്ചതെങ്കിൽ അവരിപ്പോൾ ഒരു 10 ദിവസം താമസിക്കുകയാണെങ്കിൽ അതിന് എത്ര എമൗണ്ട് വരുന്നോ ആ എമൗണ്ടിൽ നിന്നും ഒരു 5% ആണെന്ന് തോന്നുന്നു ആ സമയത്ത്. ഇപ്പോൾ ഞാനതിൻ്റെ അഫിലിയേറ്റ് അല്ല. അപ്പം നമ്മളൊരു കമ്പനിയുമായി അഫിലിയേറ്റ് പാർട്ട്ണർഷിപ്പ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരൊരു അഫിലിയേറ്റ് ലിങ്ക് തരും. ആ അഫിലിയേറ്റ് ലിങ്ക് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരതുപയോഗിച്ച് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞാൽ ആ ദിവസത്തിൻ്റെ എത്ര എമൗണ്ട് അവർ പേ ചെയ്തതോ അതിൻ്റെ ശതമാനം, നമുക്ക് എത്ര ശതമാനമാണോ കമ്മീഷൻ, ചിലപ്പോൾ 5%, 10% ചില സമയങ്ങളിൽ തരാറുണ്ട്. മിനിമം 5% ആണ്. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 5% നമുക്ക് അവർ കമ്മീഷനായിട്ട് തരും. അതാണ് ഇതിലെ വ്യവസ്ഥ. ഇത് വളരെ നല്ല ഒരു സൈഡ് ഇൻകം മെത്തേഡാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേമാതിരി നമുക്കൊരു വെബ്സൈറ്റ് സ്വന്തമായി ഉണ്ടെങ്കിൽ അതിലെല്ലാം പ്രൊമോട്ട് ചെയ്യാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ട ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആമസോൺസ്, അതേപോലെ മീഷോ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ ഇന്ത്യയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ സെല്ല് ചെയ്യുന്നതിൻ്റെ ഒരു സെല്ലർ പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ആമസോൺ യൂസ് ചെയ്യാം. ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 5% സെല്ലർ ഫീ ആയി കൊടുക്കണം. ചിലത് 2% ആണ്. അത് വേരി ചെയ്യും പ്ലാറ്റ്ഫോം അനുസരിച്ച്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് നമുക്ക് വരും. ഇതൊരു നല്ലൊരു മെത്തേഡാണ്. ഞാനിത് 2015 ദുബായിലുള്ള സമയത്ത് ഞാനിതൊരു Souq.com എന്ന സൈറ്റിൽ ചെയ്തിരുന്നു. അന്ന് ഞാനൊരു ഐഡൻറ്റിഫൈ ചെയ്തത് ഒരു ഇഹ്റാം ക്ലോത്ത് ആയിരുന്നു ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. അത് ഞാനൊരു 125 ദിർഹം എന്നുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് വരുന്ന പ്രൈസ് 100 ദിർഹംസ് ആയിരുന്നു. അപ്പോൾ 25 ദിർഹംസ് ലാഭം എന്നുള്ള രീതിയിൽ അത് കുറച്ച് കാലം ചെയ്തു. പക്ഷേ വളരെ അത്ര പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നീഷ് വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ smartplus.com എന്ന് പറഞ്ഞാൽ ഒരു നീഷ് വെബ്സൈറ്റാണ്. അതിൽ സേഫ് ഡ്രൈവിംഗ് ലേണേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റിസോഴ്സസും കുറച്ച് ബ്ലോഗ് പോസ്റ്റുകളുമാണ് മെയിനായിട്ടുള്ളത്. യൂസേഴ്സിലേക്ക് ഇത് എത്തുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്നുള്ള ആഡ് റവന്യൂ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു മോഡൽ. ഇതൊരു നല്ലൊരു മെത്തേഡാണ്. എനിക്കൊരുപാട് എമൗണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ വരുന്നത് കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. കണ്ടൻറ് മാർക്കറ്റിംഗ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ എനിക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യാം. ഒന്ന് യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യാം. നിരവധി അതർ പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം, അതേമാതിരി ടിക്ടോക്ക് പോലെയുള്ളവ. എൻ്റെ ഇപ്പോൾ ടാർഗറ്റ് ഫോക്കസ് യൂട്യൂബും ഫേസ്ബുക്കുമാണ്. ഇതുവരെ ഇതിൽ നിന്ന് മോണിറ്റൈസേഷൻ അപ്രൂവൽ ആയിട്ടില്ല. അതുകൊണ്ട് എനിക്കിതിൽ നിന്നും ഇതുവരെ വരുമാനമൊന്നും കിട്ടുന്നില്ല. പിന്നെ അഞ്ചാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് ക്രിയേഷനാണ്. ഇപ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഞാൻ 2018 കാലയളവിൽ ആപ്പ് സ്റ്റോറിലൊരു ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റും സിഗ്നൽസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. വളരെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അത്. ഏകദേശം 1 വർഷത്തോളം ഞാനത് റൺ ചെയ്തു. പിന്നെ എനിക്ക് അത് തുടരാൻ കഴിഞ്ഞില്ല. ആ ഒരു 1 ഇയർ കാലയളവിൽ നല്ല ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് എനിക്ക് റൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു മേഖല ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് കോവിഡ് സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ ഏകദേശം ഒരു 2 ലക്ഷത്തോളം രൂപ വിപ്രോ, അതേമാതിരി ഐ ടി ഇൻഡസ്ട്രിയിലുള്ള 2-3 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു.
പക്ഷെ അതൊന്നും ഒരു ലാഭകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പലരും നേട്ടങ്ങൾ കൊയ്യുന്നുണ്ട്. നമ്മുടെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് അതിലാവശ്യമുള്ളത് കൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ചെയ്തിട്ടില്ല. അത് ആ സ്റ്റോക്സ് ഇപ്പോഴും നിലവിൽ ഉണ്ട് എനിക്ക്. പക്ഷേ അതൊരു അത്ര ലാഭകരമല്ല. അത് നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊരു നല്ലൊരു ലാഭകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ലൈഫ്, അതേപോലെ ബജാജിൻ്റെ ഇങ്ങനത്തെ 2-3 കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരു 5 ഇയർ ടെനറിൽ ഇപ്പോൾ 5 ലാക്സോ അല്ലെങ്കിൽ 10 ലാക്സോ അടയ്ക്കുകയാണെങ്കിൽ അവരും ഇതേമാതിരി ഷെയർ മാർക്കറ്റിൽ നല്ല വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് അത് അത്യാവശ്യം നല്ല ഒരു ഓപ്ഷനാണ്. അവസാനമായി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള വേറൊരു മെത്തേഡാണ്. ഇത് വളരെ വളരെ ബെനഫിഷ്യലും പക്ഷേ വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യവുമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് പറഞ്ഞാൽ ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു എൻ്റെ ലൊക്കാലിറ്റിയിൽ. അപ്പോൾ അതിൽ ആ അപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാർ താമസിക്കുന്നതനുസരിച്ച് നമുക്ക് അവരുടെ മന്ത്ലി റെൻ്റൽ റവന്യൂ ആയിട്ട് കിട്ടുന്ന ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലാൻഡ് വേണം. അതേപോലെ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതിൽ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു 5-6 ഫാമിലീസിന് സ്റ്റേ ചെയ്യാവുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അതിൽ മന്ത്ലി റവന്യൂ ആയിട്ട് റെൻ്റൽ ഇൻകമാണ് മെയിനായിട്ട് വരുന്നത്. ഇത് ഏകദേശം ലാൻഡും നിങ്ങൾക്ക് അത്യാവശ്യം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇത് നമുക്ക് എന്താ പറയുക, നമ്മളെ കൂടുതലായിട്ട് ഇൻവോൾവ്മെൻ്റ് ആവശ്യമില്ല. ഒരു ഇയർലി ഒരു മെയിൻ്റനൻസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇത് റെൻ്റൽ അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് സെയിം ഷോപ്സുകൾ, ബിൽഡിങ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഷോപ്പുകളായിട്ട് റെൻ്റ് ചെയ്യാം. ആ രീതിയിലെല്ലാം ചെയ്യാവുന്നതാണ്.